ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് സന്ദേശം 8-ാം ദിവസം. ഈശോ ഈ ലോകത്തിലേക്ക് വന്നതിനെക്കുറിച്ച് ധ്യാനിക്കുന്ന ദിവസങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ. ഈ അവസരത്തിൽ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള പലരും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്, ക്രിസ്തുവിന് മുമ്പും അതിനുശേഷം. അവരുടെയൊക്കെ ഇടയിൽ യേശുവിന് എന്താണ് പ്രത്യേകതയുള്ളത്? എന്തുകൊണ്ടാണ് യേശു ഏകരക്ഷകനാണ് എന്ന് നമ്മൾ പറയുന്നത്? അതിനൊരു കാരണമുണ്ട്. ഈശോ പിതാവിനാൽ അയക്കപ്പെട്ട് പിതാവിൽ നിന്ന് വന്നവനാണ്, ഉന്നതത്തിൽ നിന്ന് വന്നവനാണ്. ദൈവത്തെക്കുറിച്ച് സംസാരിച്ച മറ്റെല്ലാവരും താഴെ നിന്ന് വന്നവരാണ്, ഈ ഭൂമിയിൽ നിന്ന് വന്നവരാണ്. അവരാരും ദൈവത്തെ കണ്ടിരുന്നില്ല, അവരാരും ദൈവത്തിന്റെ പക്കൽ നിന്ന് വന്നവരുമല്ല. അവർ ഊഹിച്ച്, അവരുടെ ശക്തി ഉപയോഗിച്ച്, അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഈശോ മാത്രം ദൈവത്തെ കാണുകയും ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്താൽ ഐക്യപ്പെടുകയും എന്നിട്ട് ആ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തവനാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വചനങ്ങളിൽ ഇക്കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവരേക്കാൾ ഉപരിയാണ്. താഴെ നിന്ന് വരുന്നവർ ഈ ഭൂമിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു. എന്നാൽ ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ താൻ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഈ ലോകത്തെ അറിയിക്കുന്നു. ഈശോയാണ് ദൈവത്തെ കണ്ടതും ദൈവത്താൽ ഐക്യപ്പെട്ടതും ദൈവത്തിൽ നിന്ന് വന്നതും. അതുകൊണ്ട് ഈശോയ്ക്ക് ആ ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ എല്ലാവരേക്കാൾ കൂടുതൽ ശക്തിയുണ്ട്, സാധ്യതയുണ്ട്. മറ്റുള്ളവർ ഈ ഭൂമിയിൽ നിന്ന് വന്നവരാണ്. ഈശോ ഉന്നതത്തിൽ നിന്ന് വന്നു, ദൈവത്താൽ അയക്കപ്പെട്ടു, ദൈവസന്നിധിയിൽ നിന്ന് വന്നു എന്നതാണ് ഈശോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19-ാം വചനത്തിൽ ഈശോ പറയുന്നു, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല, എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ കണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈശോ പിതാവിനെ കണ്ടിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 26-ാമത്തെ വചനത്തിലും 28-ാമത്തെ വചനത്തിലും ഈശോ പറയുന്നു, ഞാൻ പറയുന്ന വാക്കുകൾ എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ കേട്ട കാര്യങ്ങളാണ്. അപ്പോൾ യേശു പിതാവിനെ കാണുകയും പിതാവിനെ കേൾക്കുകയും ചെയ്ത് അവിടെ നിന്ന് ഈ ലോകത്തിലേക്ക് വന്ന് ഈ ലോകത്തെ ആ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തവനാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്, ഉന്നതത്തിൽ നിന്ന് വന്നവൻ എല്ലാവരേക്കാൾ ഉപരിയാണ്. കാരണം ഈശോ സാക്ഷ്യം കൊടുക്കുകയാണ്, കണ്ടതിനെ കുറിച്ചും കേട്ടതിനെ കുറിച്ചും സാക്ഷ്യം കൊടുക്കുന്നു. മറ്റുള്ളവർ കാണാത്തതിനെ കുറിച്ചും കേൾക്കാത്തതിനെ കുറിച്ചും ഊഹിച്ച് സംസാരിക്കുന്നു. ഇതാണ് ഈശോയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈശോയാണ് ഏകരക്ഷകൻ. ഒരാളെ അവിടെ നിന്ന് വന്നിട്ടുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 28-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ഈ ലോകത്തിലേക്ക് വരികയും ലോകത്തിൽ നിന്ന് തിരിച്ചു പിതാവിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈശോ അവിടെ നിന്നാണ് വന്നത്. ഈശോയ്ക്ക് ആ വഴി അറിയാം. ഈശോയിലൂടെയാണ് നമ്മൾ പിതാവിലേക്ക് പോകേണ്ടത്, ദൈവത്തിലേക്ക് പോകേണ്ടത്. ഈ ക്രിസ്മസിന്റെ അവസരത്തിൽ യേശുവിന്റെ വരവ് ഒരു സാധാരണ സംഭവമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു ഈ ഭൂമിയിൽ അവതരിച്ചത് മറ്റുള്ളവർ ജനിച്ചതുപോലെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരേക്കാൾ ഉന്നതനാണ്, സർവശക്തനാണ്, ഏകദൈവമാണ്, ഏകരക്ഷകനാണെന്ന് മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.